റെസ്റ്റ് എ പി അഥവാ റെപ്രസെൻറ്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ എ പി എന്നാൽ അതൊരു ആർക്കിടെക്ചർ സ്റ്റൈലാണ്. സോപ്പ് എ പിയുമായി കമ്പയർ ചെയ്താൽ സോപ്പ് ഒരു പ്രോട്ടോക്കോളാണ്, മറിച്ച് റെസ്റ്റ് എ പി ആർക്കിടെക്ചർ സ്റ്റൈലാണ്. റെസ്റ്റ് എ പി ഉപയോഗിച്ച് ഡേറ്റ, ആൽഗോരിതം, മീഡിയ, മറ്റ് കണ്ടന്റുകളെല്ലാം വെബ് URL വഴി അയക്കാൻ സാധിക്കും. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എ പി ആണ് റെസ്റ്റ് എ പി. റെസ്റ്റ് എ പിക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്നത് സോപ്പ് എ പി ആയിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ അതിൻ്റെ കോംപ്ലക്സിറ്റി ആയിരുന്നു. പിന്നീട് റോയ് ഫീൽഡിങ്സിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ഡെവലപ്പേഴ്സ് ചേർന്ന് ക്രിയേറ്റ് ചെയ്തതാണ് റെസ്റ്റ് എ പി. അത് പിന്നീട് എ പി ചരിത്രം തന്നെ മാറ്റിമറിച്ചു. റെസ്റ്റിന് വളരെ കുറച്ച് ബാൻഡ്വിഡ്ത്ത് മതി, അതുപോലെ ഇത് വളരെ സിമ്പിൾ ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. URL വഴിയുള്ള കമ്മ്യൂണിക്കേഷനുകൾക്ക് ഇത് വളരെ സ്യൂട്ടബിൾ ആണ്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തെന്നാൽ, ക്ലയൻറ്റ് സെർവറിൽ നിന്നൊരു HTTP റിക്വസ്റ്റ് ഗെറ്റ്, പുട്ട്, പോസ്റ്റ്, ഡിലീറ്റ് റിക്വസ്റ്റായി സെൻഡ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയ റെസ്പോൺസ് വരും. അത് HTML, XML, ഇമേജ്, ഒരു JSON എന്തുമാകാം. JSON ആണ് കൂടുതൽ പ്രിഫേർഡ്. ഇനി കോമൺ ആയി ഉപയോഗിക്കുന്ന HTML റിക്വസ്റ്റ് മെത്തേഡുകൾ നമുക്ക് നോക്കാം. ഗെറ്റ്, പുട്ട്, പോസ്റ്റ്, ഡിലീറ്റ്. ഗെറ്റ് എന്നാൽ സെർവറിലുള്ള ഡേറ്റ നമുക്ക് ഫെച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിക്വസ്റ്റാണത്. പുട്ട് എന്നാൽ സെർവറിലുള്ള ഡേറ്റയെ അപ്ഡേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റാണ്. പോസ്റ്റ് സെർവറിൽ ഒരു പുതിയ എൻട്രി ക്രിയേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റാണ്. ഡിലീറ്റ് ആ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അത് ഡിലീറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റാണ്. ഏത് ആർക്കിടെക്ചർ സ്റ്റൈൽ പോലെ തന്നെ റെസ്റ്റിനും അതിൻ്റേതായ ഗൈഡിങ് പ്രിൻസിപ്പിൾസും കൺസ്ട്രെയിൻസും ഉണ്ട്. ഈ പ്രിൻസിപ്പിൾസ് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമാണ് ആ സർവീസിനെ റെസ്റ്റ്ഫുൾ എന്ന് വിളിക്കാൻ സാധിക്കും. പ്രിൻസിപ്പിൾസ് ഓഫ് റെസ്റ്റ് API: യൂണിഫോം ഇൻ്റർഫേസ്, ക്ലയൻറ്റ് സെർവർ സെപ്പറേഷൻ, ക്യാഷബിൾ, ലെയേർഡ് സിസ്റ്റം, കോഡ് ഓൺ ഡിമാൻഡ്. യൂണിഫോം ഇൻ്റർഫേസ് എന്തെന്ന് വെച്ചാൽ ഓരോ റിസോഴ്സും ഇൻ്റർഫേസ് യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യും. സേ ദ നെയിം വി പ്രൊവൈഡ് ആസ് എൻ ഐഡൻറ്റിഫയർ. നമ്മുടെ റിസോഴ്സ് നമ്മൾ യൂണിഫോം ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. API കൺസ്യൂം ചെയ്യുന്നവർ ഈ യൂണിഫോം റിസോഴ്സ് വെച്ചിട്ടാണ് അവരുടെ എൻഡിൽ ഡേറ്റ യൂസ് ഫോർ മാനിപ്പുലേഷൻ നടത്തേണ്ടത്. ഓരോ റിസോഴ്സും അതിനാവശ്യമായ ഇൻഫർമേഷൻ അതിൻ്റെ എല്ലാം ക്യാരി ചെയ്യണം. ഡേറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള ഇനഫ് ഇൻഫർമേഷൻ ഓർ അഡീഷണൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. ക്ലയൻറ്റ് സെർവർ സെപ്പറേഷൻ. ഇതിൽ സംഭവിക്കുന്നത് ക്ലയൻറ്റ് സെർവർ ഡീകപ്ലിംഗ് ആണ്. യൂസർ ഇൻ്റർഫേസ്, അതായത് ക്ലയൻറ്റ്, അതുപോലെ തന്നെ ഡേറ്റ സ്റ്റോറേജ് സെർവർ, ഇത് രണ്ടും രണ്ട് എൻറ്റിറ്റി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് മോർ പോർട്ടബിലിറ്റി ആൻഡ് സ്കെയിലബിലിറ്റി അലോ ചെയ്യുന്നു. സ്റ്റേറ്റ്ലെസ്നെസ് മീൻസ് ഓരോ റിക്വസ്റ്റിനും അതിന് വേണ്ട എക്സാക്ട് ഡേറ്റ ആയിരിക്കണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സെർവറിന് പ്രീവിയസ്ലി സ്റ്റോർഡ് കോൺടെക്സ്റ്റ് ഇൻഫർമേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ആപ്ലിക്കേഷൻ എൻ്റയർ സെഷൻ സ്റ്റേറ്റ് കീപ്പ് ചെയ്യണം എലോങ് വിത്ത് റിക്വസ്റ്റ്. അടുത്തത് ക്യാഷബിൾ എന്നാൽ അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു റെസ്പോൺസ് ക്യാഷബിൾ ആണോ നോൺ ക്യാഷബിൾ ആണോ എന്ന് വെച്ചിട്ടാണ്. ഇഫ് ഇറ്റ് ഈസ് ക്യാഷബിൾ, ഒരു സിസ്റ്റത്തിൽ റെസ്പോൺസ് ഡേറ്റ ഒരു ലേറ്റർ ടൈമിൽ റീയൂസ് ചെയ്യാൻ പറ്റും. ലെയേർഡ് സിസ്റ്റം. ഇതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഒരു MVC പാറ്റേൺ ആണ്. അതായത് ഈ ആർക്കിടെക്ചറൽ പാറ്റേണിൽ ഇമ്മീഡിയറ്റ് ലെയറിൽ മാത്രമേ വിസിബിലിറ്റി ഉള്ളൂ. വാട്ട് ഹാപ്പൻസ് ബിനീത്ത് ദാറ്റ് അത് അൺനോൺ ആണ്. ഇത് ഹൈറാർക്കൽ ലെയേഴ്സ് ആർക്കിടെക്ചറിലാണ് യൂസ് ചെയ്യുന്നത്. കോഡ് ഓൺ ഡിമാൻഡ്. ഇതൊരു ഓപ്ഷണൽ ഡിസൈൻ പ്രിൻസിപ്പിൾ ആണ്. ഇവിടെ ക്ലയൻറ്റിന് ഒരു കോഡ് ഓർ സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാം, അത് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ഈ ഒരു ബിഹേവിയർ ക്ലയൻറ്റിൻ്റെ ഫീച്ചേഴ്സിനെ റെഡ്യൂസ് ചെയ്യിക്കും. കോഡ് ഓർ സ്ക്രിപ്റ്റ് നമുക്ക് എക്സിക്യൂട്ടബിൾ ഫോമിൽ കിട്ടുന്നത് വഴി ഫീച്ചറിൻ്റെ ക്ലയൻറ്റിൻ്റെ കുറവ് ഉപയോഗിച്ചാൽ മതി. നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളിവിടെ ഹിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ URL വെച്ചിട്ടാണ് നമ്മുടെ സെർവറിനെ ഹിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ HTTP ലോക്കൽ ഹോസ്റ്റ് 8090 എന്നുള്ളത് കോമൺ URL കോൺഫിഗ് ആണ്. HTTP പ്രോട്ടോക്കോളും ലോക്കൽ ഹോസ്റ്റ് ഡൊമൈൻ നെയിമും 8090 പോർട്ടുമാണ്. ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ റിസോഴ്സ്. ഗെറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ഷൻ മാപ്പിംഗ് ആണ്. നമ്മൾ ഈ URL ഉപയോഗിച്ച് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് റെസ്പോൺസ് ആണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. നമ്മൾ URL ഹിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 10-13 ഡേറ്റ റിട്ടേൺ ആയിട്ടുണ്ട്. ഇത് ഓൾറെഡി കോൺഫിഗർ ചെയ്ത് വെച്ച ഡേറ്റയാണ്. ഇതാണ് ഇതിൻ്റെ സക്സസ് കേസ്. നമുക്കിനി ഒരു ഫെയിലിയർ കേസ് നോക്കാം. വാട്ട് വിൽ ഹാപ്പൻ? നമ്മൾ URL തെറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന്. നമ്മൾ URL തെറ്റിച്ച് കൊടുത്ത് റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി കിട്ടുന്നത് എറർ 404 ആണ്. റെസ്പോൺസ് നമ്മുടെ റിക്വസ്റ്റ് ഫെയിലായി നമുക്ക് 404 എററാണ് നമുക്ക് റിട്ടേൺ ആകുന്നത്.